ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ലുലുവിൽ വെച്ച് നമ്മളൊന്ന് കണ്ടുമുട്ടി കേട്ടോ, ഒരമണിക്കൂർ മുന്നേ. അപ്പോൾ അതാ എല്ലാവരും തീരുമാനിച്ചു നമുക്ക് ജബൽ ജയ്സ് വരെ ഒന്ന് പോകാമെന്ന്. അപ്പോൾ അതാ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ. അപ്പോൾ അതാ പോകുന്ന വഴി നമ്മുടെ താഴെയുള്ള ഷോപ്പിൽ നിന്ന് അവരുള്ള ചായയൊക്കെ വാങ്ങി അതൊക്കെ കുടിച്ചുകൊണ്ട് നമ്മളിതാ അജുമാൻ ഇപ്പോൾ പോവുകയാണ് കേട്ടോ. ഇനി അജുമാന് ചെന്നതിന് ശേഷമായിരിക്കും നമ്മൾ അവിടെ നിന്ന് ഒരുമിച്ച് ജബൽ ജയ്സിന് പോകും. ഇപ്പോൾ നമ്മളെത്തി. നമ്മൾ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതായിട്ടാണ് ഇവിടെ വന്നതെന്നറിയോ? തണുപ്പുണ്ട്. നല്ല കാറ്റുണ്ടോന്നു ചേച്ചി. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ചേട്ടായുടെ വില്ലയിലാണ്. ഇനി ഇവിടുന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ എങ്ങോട്ട് പോകും? നല്ല കാറ്റുണ്ട്. ജബൽ ജയ്സ് അല്ലേ? അതെ, ജബൽ ജയ്സിന് പോകാനുള്ള വരവാണ്. ഇപ്പം സമയം 11:30 ആയിട്ടുണ്ട്. രാത്രി സമയം 11:30. ഇനി ഇവിടുന്ന് ഞങ്ങൾ ജബൽ ജയ്സിന്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫുഡ് എടുത്തോളൂ, ഞങ്ങൾ കഴിക്കാൻ റെഡി. ഓപ്പൺ ദി ഡോർ. ഇത് ഷൈനി ചേച്ചി പറഞ്ഞ ആ വഴി പോയാലോന്ന്. അപ്പോൾ ജബൽ ജയ്സിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പരിപാടികളുണ്ട് ഇവിടെ. ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഇതാ പോകുന്നതിന് മുന്നേ വലിയ ചേട്ടന്മാർക്ക്, നമ്മുടെ കാർന്നോമാരായ ചേട്ടന്മാർക്ക് ഇതാ ഇവിടെ റാഗി കൊണ്ട് കുറുക്കുണ്ടാക്കുന്നു. ചേച്ചി മൊത്തം പാലിലാണ് ഉണ്ടാക്കുന്നത്? പാല് വെള്ളം കൂടി മിക്സ് ഒഴിച്ച് ചെയ്താൽ മതി ചേച്ചി. മധുരത്തിന് ആവശ്യമായ ശർക്കര ഇതിലേക്ക് ചേർക്കുന്നു. ഇതിലേക്ക് കുറച്ച് വെള്ളം, 3 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് വെള്ളം, റാഗിപ്പൊടി, ശർക്കര, ഇത്രയും ചേർത്താണ് കേട്ടോ ഇവിടെ കുറുക്കുണ്ടാക്കുന്നു. നമ്മുടെ മിക്സ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചേച്ചി കാര്യമായിട്ട് ഇളക്കുന്നുണ്ട്. ഇത് കുറുക്കായി വരട്ടെ. അതെ അല്ലേ ചേച്ചി? അതെ, ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം കഴിക്കുന്നതാണല്ലോ. വേഗം വേഗം വന്നിരിക്കും. 4 പേരും വേഗം. ആദ്യം എടുക്കുന്നവർക്ക് ചെറിയ പാത്രം എടുക്കാം, അവസാനം എടുക്കുന്നവർക്ക് വലുതായി പോകും. ചേട്ടായിക്ക് ചേച്ചി അതിനകത്ത് സ്നേഹം ചാലിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ. വാ 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 വാ. അയ്യാ, ഈ കൂടുതൽ ഏറ്റവും പ്രായമുള്ള ആളാ. വന്ന് കഴിച്ചേ. കുറുക്കല്ലല്ലോ ഇത്, വേദന കഴിക്കാം. സൂപ്പറല്ലേ? സമയം രാത്രി 12:45. എല്ലാവരും പോകാനായിട്ട് റെഡിയാവുന്നു. ജബൽ ജയ്സിന് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി സെറ്റായി വണ്ടികളിൽ കൂടി കയറിക്കൊണ്ടിരിക്കുന്നു. കയറിക്ക വണ്ടിയിലോട്ട്. നമ്മളിപ്പോൾ 3 ഫാമിലിയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇവിടെ 3 വണ്ടി കൊണ്ടാണ് കേട്ടോ പോകുന്നത്.
നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ 2 ചെക്കന്മാരാണ് കേട്ടോ ഉള്ളത്, വാവച്ചനും അബിക്കുട്ടനും. അവർ രണ്ടുപേരും വണ്ടിയെ കയറിയ വഴി സുഖമായിട്ട് ഉറങ്ങി. പൊന്നുക്കുട്ടി ഷൈനി വണ്ടിയുടെ കൂടെ വണ്ടിയെ കയറിയിട്ടുണ്ട്. പിന്നെ ആദിച്ചേട്ടനും മിന്നി ചേച്ചിയും ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിലുണ്ട് കേട്ടോ. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങാം എന്നുള്ള ചർച്ചയിലാണ് കേട്ടോ. വലിയ പിള്ളേരൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങളും ചെറിയ രീതിയിലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. മന്തിയിലായിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് ഇറങ്ങി ഇനി നേരെ ജബൽ ജയ്സിൽ. മക്കളെല്ലാവരും വണ്ടി കിടന്ന് ഉറങ്ങുവാണ്, അതുകൊണ്ട് മക്കളെ ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോയില്ല. പിന്നെ മക്കൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ മാത്രം എടുത്ത് കഴിച്ചു. ഇനി ഞങ്ങൾ പോകുന്നു. സൂപ്പ് ഞാൻ അതല്ലേ നല്ല അടിപൊളി കേട്ടോ. പക്ഷെ എനിക്ക് മറ്റേ ബ്രൈറ്റ് അടിച്ചല്ലേ പോന്നേ അവിടുന്ന്. സൗണ്ട് കേൾക്കുമ്പോ ആൾക്കാർ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ജബൽ ജയ്സിന് മുകളിൽ തന്നെയാണ്. ഇപ്പോൾ രാവിലെ 6:30 ആയിട്ടുണ്ട് ടൈം. എല്ലാവരും വണ്ടിയിൽ ഒരു 2 മണിക്കൂർ സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതിനുശേഷം ഇപ്പം എണീറ്റിട്ടുണ്ട്. രാത്രി നമ്മൾ ജബൽ ജയ്സിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി വണ്ടിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. ഞാനിപ്പോൾ ഉള്ളിൽ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അതിന് പുറത്ത് വീണ്ടും മറ്റൊരു ജാക്കറ്റും കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു, പുറത്തിറങ്ങി നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇച്ചായൻ ജോർജിയയ്ക്ക് പോയപ്പോൾ വാങ്ങിയ ജാക്കറ്റ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. എനിക്കെന്താണെന്നറിയില്ല, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. ഇല്ല, നമ്മളെവിടെയാണ്? ജബൽ ജയ്സ്. വീഡിയോ അല്ല, 7 മണിക്കോ? ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്ലാസ് ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും നിരനിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കൂടി ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 3 ഡിഗ്രിയാണ് തണുപ്പ്. ജബൽ ജയ്സിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ. രാവിലെ ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. 7 മണി ആയിട്ടില്ല, ആവാറാവുന്നു. എൻ്റെ പുറകിൽ ലക്ഷ്മി ചേച്ചിയുണ്ട്, കാക്കാങ്ങളുണ്ട്. നമ്മളിവിടെ ഷോപ്പിലെത്തി. ഇനിയുള്ള ചായ കുടിക്കട്ടെ. ഞാനും ഷൈനി ചേച്ചിയും കൂടി ഇവിടെ ഒന്ന് കാണാനായിട്ട് വന്നാണേ. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പേര് ചോക്ലേറ്റ് മിൽക്ക്, കുറച്ച് പേര് എന്നതാ അതിൻ്റെ പേര്? വേണ്ട ചേച്ചി കുടിച്ചോ. എന്താ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പോലെ. കാക്കങ്ങൾ എവിടെ? മോനെ
പൊള്ളി 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 പൊള്ളി. ചേച്ചി പറഞ്ഞിട്ടുണ്ട് ചേച്ചി. ഇതാ ചിപ്സ് ഒരെണ്ണം കഴിച്ചോ. എനിക്ക് വന്നു. ഇതാ മക്കളെ ചോക്ലേറ്റ് മിൽക്കും ഒക്കെ ചിപ്സും കഴിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ സമയം 7:15 കേട്ടോ. സൂര്യൻ പൊങ്ങി വരുന്നതേ ഉള്ളൂ. അതാ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിനി വണ്ടിയിലോട്ട് കയറുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക്. ലക്ഷ്മി ചേച്ചി എവിടെ പോയി? മുന്നേ പോയോ? പുറകില്ല. ആ ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ 4 ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ്. അപ്പോൾ ദാ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങളിനി ജബൽ ജയ്സിൽ നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ. നമ്മുടെ ചേട്ടായുടെ വില്ലയിലേക്കാണ് നമ്മളിപ്പോൾ പോവുക. ഇപ്പോൾ ടെമ്പറേച്ചർ 4 ആണ് കേട്ടോ. അപ്പോൾ ദാ നമ്മളിനി പോയിക്കൊണ്ടേയിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ? അവിടെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ഒന്ന് കണ്ടിട്ട് പോയാൽ മതിയായിരുന്നു കേട്ടോ. ഇതിനു വേണ്ടിയായിരുന്നു നമ്മൾ അവിടെ നിന്നത് അല്ലേ? അയ്യോ, വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. പാട്ട് കേൾക്കുന്നു. നമ്മുടെ സൂര്യൻ അവിടെ ഉദിച്ച് വന്നോണ്ടേ ഇരിക്കുന്ന കേട്ടോ. അയ്യോ, സൂര്യൻ ഉദിച്ച് പൊങ്ങി. അയ്യോ, ഇനി നമുക്ക് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാം. പൊന്നൊക്കെ ഉറങ്ങി തീർന്നു. ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ജബൽ ജയ്സ് വരെ പോയിട്ട് വന്നു. ഷൈനി മേഡം നമ്മുടെ ഇന്നത്തെ പോക്ക് പ്രതീക്ഷിക്കാതെ ഉറക്കമായിരുന്നല്ലോ. മനോജേട്ടൻ പറഞ്ഞു നിങ്ങളെല്ലാവരും പോയിട്ട് ഉറക്കം വരുന്നത്. ഷൈനു വണ്ടിയെ കയറി കഴിഞ്ഞാൽ അപ്പോഴേ ഉറങ്ങും. വണ്ടി ഓടിക്കുവാണെങ്കിലും ഉറങ്ങുന്നാ പറഞ്ഞത്. അതെന്തായാലും വരുമല്ലോ. ഇതാ ഞങ്ങൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ട ചിക്കനും. അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ചപ്പാത്തി ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നു ലക്ഷ്മി ചേച്ചി. മെറിനെയും ലച്ചു അറിയാതെ വീഡിയോ എടുക്കണമെന്ന് അവർ പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് അറിയാതെ എടുക്കുന്ന വീഡിയോ അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് എടുക്കുന്നത് മെറിനെ അറിഞ്ഞിട്ടില്ല.
മെറിനയ്ക്ക് എല്ലാം അറിയാതെ എടുത്തിട്ട് അറിഞ്ഞോണ്ട് നിമ്മി വരണം. ആ അതെന്താന്ന് അറിയത്തില്ല ഗൈസ്. ഇത് അറിയാതെ മെറിനയ്ക്ക് ഫോട്ടോ എടുക്കണം. ഒരു വീഡിയോ അറിയാതെ നിൽക്കുന്ന ലാലിയേട്ടൻ. അറിയാതെ നിൽക്കുമ്പോ ഒരു മുട്ട എടുത്ത് കൊടുക്കുന്നു. വീഴട്ടെ. ഹായ് പൊന്നുകിളി. മക്കളിതാ പുറത്തോടെ കളിച്ചുകൊണ്ട് നടക്കുന്നു. ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതേ ഉള്ളൂ. ചേട്ടായി ഇവിടെ മക്കൾക്ക് 5 പേർക്കും ഫുഡ് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചപ്പാത്തി മുട്ട ചിക്കിയത്. അപ്പം നമ്മളവിടെ ഫുഡ് റെഡിയാക്കുന്നതേ ഉള്ളൂ. റെഡിയാക്കി വരുന്നതനുസരിച്ച് ചേട്ടായി മക്കൾക്ക് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പറന്നു പോയിക്കോ, പറന്നോ പറന്നോ. നിക്ക് ലക്ഷ്മി അറിഞ്ഞോ മെറിനെ അറിയരുത് കേട്ടോ ഞാൻ വന്നത്. മെറിനെ അറിയാതെ ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ. ഒളിച്ചിരുന്ന് വീഡിയോ എടുക്കുക. എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് പൊട്ടി ഒരെണ്ണം കിടപ്പുണ്ടല്ലോ. ഇനി എൻ്റെ കാലക്കേടാന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലെങ്കിലും 20ാമത്തെ മുട്ട പൊട്ടിച്ചാൽ ഒറ്റ ഉണ്ണിയെ പൊട്ടിയുള്ളൂ. അതാ നിങ്ങൾ വന്ന സമയത്ത് എഴുന്നില്ലേ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി, കോഫിയും റെഡിയായി, ചപ്പാത്തിയും മുട്ട ചിക്കിയതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാ എല്ലാവരും കൂടി സിറ്റ് ഔട്ടിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇത് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ വില്ലയിൽ നമ്മൾ ഹെസ്ലു ബേബിനെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഹെസ്ലു ബേബിനെ കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കണ്ടതാണല്ലേ ഹെസ്ലു ബേബിനെ. ഒരു വർഷമായി കൊച്ചിനെ കണ്ടിട്ട്. ഷമീർ ചട്ടയിലുണ്ടോ ചേച്ചി? ഷമീർ ചട്ടയിലുണ്ടോ നോക്കി. എന്നാ ഷമീറിന്റെ ചട്ടമാണ്. കൊച്ചിന്റെ പേരിൽ ഇവനാണ് കുമ്പം. അങ്ങനെ നമ്മൾ ഷമീറിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചിപ്സും കട്ടൻ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം നമ്മൾ ഇനി പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഷമീർ ഞങ്ങൾക്ക് ചായ തരുന്നു. അപ്പോൾ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുന്നു. അങ്ങനെ ഒരു വണ്ടിയിൽ ആൾക്കാർ കയറുന്നു. സോക്സ് സോക്സ് ഒക്കെ എടുത്ത് പോരെ.
അപ്പൊ ദാ ഞങ്ങൾ ബൈ പറഞ്ഞതാ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ ഇന്നത്തെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഞങ്ങളുടെ യാത്രയും ട്രിപ്പും എല്ലാം ഇതാ ഇവിടെ അവസാനിച്ചു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ബൈ ബ്രോ. ബൈ ബൈ ബ്രോ. ബൈ ബ്രോ.